226 മില്ലിമീറ്റർ മഴ അവിടെ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു. പക്ഷേ മഴ അതിതീവ്ര മഴ എന്ന നിലയിൽ റെഡ് അലർട്ട് നൽകിയിരുന്നില്ല. അതിലെന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ഇപ്പോൾ വ്യക്തമല്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അക്കാര്യങ്ങൾ വേണമെങ്കിൽ പിന്നീട് പരിശോധിക്കുമെന്ന കാര്യം കൂടി പറയുന്നുണ്ട്. പക്ഷേ മഴയല്ല, അതിൽ കൂടുതൽ മഴ ലഭിച്ച സ്ഥലങ്ങൾ അവിടെ ഉണ്ട് എന്നത് അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഇതിലധികം ഈ മഴ ലഭിച്ച സ്ഥലങ്ങളുണ്ട്. അങ്ങനെ മഴ അധികമായി പെയ്തതല്ല ഈ അപകടത്തിലേക്ക് നയിച്ചത്. അതേസമയം ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള മണ്ണ് നിർദ്ദേശങ്ങൾ അവഗണിച്ച് അവിടെ കൂട്ടിയിട്ടതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ്. നേരത്തെ മാധ്യമങ്ങൾ കണ്ടപ്പോഴും അദ്ദേഹം അക്കാര്യം പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയും അക്കാര്യം സൂചിപ്പിച്ചിരുന്നു. ഇപ്പോഴും അദ്ദേഹം അതാണ് സൂചിപ്പിക്കുന്നത്. അത് മാധ്യമങ്ങൾ പ്രത്യേകം തന്നെ അറിയിക്കണം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ അത് റിപ്പോർട്ട് ചെയ്യണമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തം എന്നതാണ് കൃഷിമന്ത്രി ടി സിദ്ദീഖ് ആവർത്തിച്ച് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. കനത്ത മഴ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. രാവിലെ 225 സെന്റിമീറ്റർ മഴ പെയ്തു എന്നുള്ളതാണ്. ഇപ്പോഴും മഴയുണ്ട്. വലിയ മഴയല്ലെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മഴയുണ്ട്. ഇതൊരു ചെളി കലർന്ന മണ്ണാണ്. അവിടുത്തെ മണ്ണിൻ്റെ ഘടന വളരെ വ്യത്യാസമാണ്. ഈ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് പ്രശ്നം. മഴ പെയ്താൽ അത് അപകടത്തിലാകും, അത് അപകടത്തിലേക്ക് പോകുമെന്നതും മൺസൂണല്ലേ പോകുമെന്നും മുൻകൂട്ടി ജില്ലാ കളക്ടർ തന്നെ ഉത്തരവായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഉത്തരവിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. 20-ാം തീയതി തന്നെ ഇറക്കിയതാണ്. പിന്നീട് PWD മിനിസ്റ്റർ പോയിട്ട് അവിടെ യോഗം ചേർന്നതാണ്. അവിടെ റവന്യൂ സെക്രട്ടറി കൂടി പങ്കെടുത്ത യോഗമെല്ലാം നടന്നതാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ നിന്നും അവർ ചെയ്യാൻ കഴിയുന്ന എല്ലാം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരത് അനുസരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ഫോഴ്സുകളെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. മഴയുടെയും ഈ മണ്ണിൻ്റെ ഘടന, ഒരു ചെളി കലർന്ന മണ്ണാണ് ഇതുള്ളത്. അത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി 8 എസ്കലേറ്റർ അവിടെ ഉണ്ട്, നേരത്തെ തന്നെ അവിടെ ഉണ്ട്. അതുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യാനുള്ള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എക്യുപ്മെൻസിൻ്റെ അഭാവമൊന്നും ഉണ്ടാവില്ല, ഫോഴ്സിൻ്റെ അഭാവമൊന്നും ഉണ്ടാവില്ല. രക്ഷാപ്രവർത്തനത്തിന് ഏതെങ്കിലും തരത്തിൽ സംവിധാനങ്ങളുടെ അഭാവം ഉണ്ടാകില്ല എന്നത് പറയുകയാണ് മുഖ്യമന്ത്രി. കൂടുതൽ തെരച്ചിൽ സംഘങ്ങൾ അവിടേക്ക് എത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. NDRFന്റെ ഒരു സംഘം കൂടി അവിടേക്ക് ഉടൻ എത്തും എന്നതാണ് നേരത്തെ മന്ത്രിമാർ ഉൾപ്പെടെ സൂചിപ്പിച്ചിരുന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഊർജിതമായി തന്നെ നടക്കുന്നു. മഴ മാറി നിൽക്കുന്നത് ആശ്വാസകരമാണ് എന്നത് ചൂണ്ടിക്കാട്ടുന്നു. കനത്ത മഴ പെയ്തിരുന്നു, പക്ഷേ മഴയല്ല, അതിനപ്പുറം ഈ കൃത്യമായ നിർദ്ദേശങ്ങൾ കളക്ടർ ഉത്തരവിലൂടെ തന്നെ മണ്ണ് മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടും കരാർ കമ്പനി മണ്ണ് മാറ്റാത്തതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്ന് ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചെയ്യുന്നത്. അങ്ങനെ ഒരു മനുഷ്യനിർമ്മിത ദുരന്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. PWD മിനിസ്റ്റർ നേരിട്ട് പങ്കെടുത്ത യോഗം അവിടെ നടന്നിരുന്നു. 20-ാം തീയതി തന്നെ ഈ മണ്ണ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു സൂചിപ്പിക്കുകയാണ്. എന്തായാലും വലിയ ഒരു ദുരന്തമുണ്ടായിരിക്കുന്നു. അനാസ്ഥയുടെ ഇരകളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യർ. 7 പേർ അവർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. 7 പേരെ കാണാനില്ല എന്നത് മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നതിൽ ഉൾപ്പെടെ വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ 1 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ 2 മരണം എന്നത് മന്ത്രിമാർ ഉൾപ്പെടെ സൂചിപ്പിക്കുന്നുണ്ട്. അക്കാര്യത്തെക്കുറിച്ച് കൃഷിമന്ത്രിയോട് ചോദിക്കുമ്പോൾ ടി സിദ്ദീഖ് പറയുന്നത് ഔദ്യോഗികമല്ലാത്ത വിവരങ്ങളുണ്ട്, പക്ഷേ അതൊന്ന് കൺഫേം ചെയ്തതിന് ശേഷം പറയാം എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് അത് കാണിക്കുന്നത്. എന്തായാലും 7 പേർ കുടുങ്ങിക്കിടക്കുന്നു. രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുന്നു. ഡാൻ കുര്യൻ വീണ്ടും വിവരങ്ങളുമായി ചേരുകയാണ്. ഡാൻ, ഈ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനുള്ള എല്ലാ വിധത്തിലുള്ള നിർദ്ദേശങ്ങളും നൽകിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് പറയുന്നത്. ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തേക്ക് എത്തും. 3 മണിക്ക് ശേഷം പുറപ്പെടും എന്നതാണ് ടി സിദ്ദീഖ് അറിയിച്ചിരിക്കുന്നത്. ഈ മണ്ണ് നീക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് അവിടെ അതിന് ദുർഘടമാകുന്ന സാഹചര്യങ്ങൾ? നിലവിൽ ദുരന്ത നിവാരണ സേനയുടെ 60 അംഗ ടീമിനെയാണ് ഈ ദുരന്തമുണ്ടായ സ്ഥലത്തേക്ക്, അപകടമുണ്ടായ സ്ഥലത്തേക്ക് നിയോഗിച്ചിരിക്കുന്നത്. ഇതിൽ 30 പേർ ഇതിനോടകം അവിടെ എത്തിയിട്ടുണ്ട്. ശേഷിക്കുന്ന 30 പേരുമായുള്ള വാഹനം അല്പസമയത്തിനകം ഈ ചൂരൽമലയ്ക്ക് അടുത്തുള്ള മീനാക്ഷി പാലത്തിന് സമീപത്തേക്ക് എത്തും. ഈ വാഹനം കടന്നു പോകുന്നതിന് വേണ്ടി ഗതാഗത ക്രമീകരണങ്ങളൊക്കെ പോലീസ് വഴിയിൽ തയ്യാറാക്കുന്നുണ്ട്. കാരണം വലിയ തടസ്സം നേരിടുന്നുണ്ട്. അവിടേക്ക് കയറി വരുന്ന വഴികളിൽ നിരവധി വാഹനങ്ങൾ ഈ അപകടമുണ്ടായ സ്ഥലത്തേക്ക് സന്ദർശകരായി ഈ അപകട സ്ഥലം കാണാനായും പുറപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവരെ നിയന്ത്രിച്ചു വേണം രക്ഷാപ്രവർത്തകരുടെ വാഹനങ്ങൾ അവിടേക്ക് എത്തിക്കാൻ. അതാണ് പോലീസിന് മുമ്പിലുള്ള വെല്ലുവിളി.
നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അഗ്നിശമന സേനയും NDRFന്റെ ആദ്യ സംഘവും പോലീസും നാട്ടുകാരും ചേർന്നാണ് ഈ തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അവിടുത്തെ പ്രാദേശികമായ ഈ വെല്ലുവിളികൾ അതായത് ഈ ദുർബലമായ മണ്ണാണ്. വീണ്ടും മഴ പെയ്യുന്ന സാഹചര്യം, അതിശക്തമായി പെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള മേഖലയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് പരമ്പരാഗത ശൈലിയിലുള്ള രക്ഷാപ്രവർത്തന മാർഗം അവലംബിച്ചാൽ അത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും. അതുകൊണ്ട് തന്നെയാണ് മണ്ണിന് ക്ഷതമേൽക്കാത്ത തരത്തിൽ ഇനി ഒരു അപകടം ഉണ്ടാകാതെ കൃത്യമായി മണ്ണിനടിയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുള്ള അത്യാധുനിക യന്ത്ര സംവിധാനങ്ങൾ കൂടി NDRF സംഘം അവിടേക്ക് എത്തിക്കുന്നത്. അത് എത്തിച്ച് മണ്ണിനടിയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന യന്ത്ര സംവിധാനങ്ങളായിരിക്കും അവിടേക്ക് എത്തിക്കുക. നമുക്കറിയാം, വയനാട് ദുരന്തം ഉണ്ടായ സമയത്തും ഇത്തരം യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടെയായിരുന്നു മണിക്കൂറുകൾ, ഈ ദുരന്തമുണ്ടായി 18 മണിക്കൂറുകൾക്ക് ശേഷമൊക്കെ മണ്ണിനടിയിൽ നിന്ന് ആളുകളെ വലിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഈ മിണ്ടാപ്രാണികളെ അടക്കം അവിടെ നിന്ന് രക്ഷിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരം യന്ത്രങ്ങളാണ് അവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം അത് അവിടെ എത്തിച്ചേരും. നിലവിൽ ഈ 60 അംഗ സംഘം നടത്തുന്ന പരിശോധനയിലൂടെ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് സംശയിക്കുന്ന ആളുകളെ പുറത്തെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ ഭരണകൂടം ഉള്ളത്. മന്ത്രിമാരുടെ സംഘവും വൈകിട്ടോടെ അവിടെ എത്തിച്ചേരും. അതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ 2 മന്ത്രിമാരായിരിക്കും ഈ രക്ഷാപ്രവർത്തനം സർക്കാർ തലത്തിൽ വയനാട്ടിൽ ഏകോപിപ്പിക്കുക. ഈ പ്രദേശത്ത് സമീപ സ്ഥലങ്ങളിലൊക്കെ ഉയർന്ന സ്ഥലങ്ങൾ, അതോടൊപ്പം മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിലൊക്കെ വിനോദസഞ്ചാരത്തിനടക്കം കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം റെഡ് അലർട്ട് നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് മാറ്റുന്ന ആളുകളെ ഈ സമീപ സ്ഥലങ്ങളിൽ, അതായത് ഈ വീണ്ടും അപകട സാധ്യത നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് അത് കൂടുതൽ സങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക് മാറാതിരിക്കുന്നതിന് വേണ്ടി ചുളിക്ക ഗവൺമെന്റ് LP സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. മണ്ണിടിച്ചിൽ പ്രദേശത്തുള്ള വീടുകളിലെ ആളുകളെ മുഴുവൻ ഈ ക്യാമ്പുകളിലേക്ക് മാറ്റുകയാണ്. IC ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ളവരാണ് ജനപ്രതിനിധികളായി ഇപ്പോൾ അവിടെ ഉള്ളത്. ജില്ലാ കളക്ടർ DR മേഘശ്രീ ഉൾപ്പെടെ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികളുമുണ്ട്. 9 പേരെ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. ആശുപത്രിയിൽ എത്തിച്ചവർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. പക്ഷേ ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് സംശയിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് തിരിച്ചറിയാനുള്ള പരിശോധന കൂടിയാണ് ഇപ്പോൾ ഊർജിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഊർജിതമായി രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. മഴ അല്പം മാറി നിൽക്കുന്നത് ആശ്വാസകരമാണ്. കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിനുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. കൂടുതൽ NDRF സേനയും അവിടേക്ക് എത്തും. കോഴിക്കോട് നിന്നുള്ള സംഘം കൂടി അവിടേക്ക് എത്തും. അപ്പോൾ തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കാൻ കഴിയുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതിശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. മണ്ണിടിച്ചിൽ എന്ന് പറയുമ്പോൾ തന്നെ അത് ഈ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി കൂട്ടിയിട്ടിരുന്ന മണ്ണ് അത് ഇടിഞ്ഞു വീണുകൊണ്ടാണ് ഇപ്പോൾ വലിയ അപകടം അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ 20-ാം തീയതി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നൽകിയിരുന്നതാണ് എന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ അത് അവഗണിച്ചതാണ് ഇപ്പോൾ വലിയ ഒരു ദുരന്തത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഉന്നത ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവരെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. 7ഓളം പേരെ സംബന്ധിച്ച് വിവരങ്ങളില്ല എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം വരുന്നു. ഈ പാലത്തിന്റെ ഒരു ഭാഗവും തകർന്നിട്ടുണ്ട് എന്നതാണ്. ഈ തുരങ്ക നിർമ്മാണത്തിനായി നടന്ന ഈ പ്രവർത്തനങ്ങൾ അതിന്റെ ഒരു ഭാഗം, ഭിത്തിയുടെ ഒരു ഭാഗം, കോൺക്രീറ്റ് പാളിയും ഇടിഞ്ഞു വീണിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. കാണാതായവരിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഇൻചാർജ് കൂടിയായ എഞ്ചിനീയർ വിക്രം സിംഗ് റാണ, സൈറ്റ് എഞ്ചിനീയർ രാഹുൽ ശർമ്മ എന്നിവരുണ്ട് എന്നത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അവരുൾപ്പെടെ 7 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിന്റെ വലിയ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.